ശ്രീ വേണു നായർ, നയതന്ത്ര തലത്തിൽ എങ്ങനെ ഈ പ്രശ്നം കൈകാര്യം ചെയ്യാനാവും? എല്ലാവർക്കും ജയ് ഹിന്ദ്. ബംഗ്ലാദേശ് പ്രോബ്ലത്തിൽ ഉള്ള രണ്ട് വ്യത്യസ്ത നിരീക്ഷണങ്ങൾ നമ്മുടെ രാഷ്ട്രീയത്തിലെ രണ്ട് വിഭാഗത്തിൽപ്പെട്ട രണ്ട് പ്രതിനിധികൾ ഇപ്പോൾ പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. എൻ്റെ എക്സ്പീരിയൻസ് കൂടുതലും സെക്യൂരിറ്റി റിലേറ്റഡ് വസ്തുതകളിൽ കൂടിയാണ്. അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ നമ്മുടെ സുരക്ഷ എങ്ങനെ ബാധിക്കും, അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചില കാര്യങ്ങളുണ്ട്. ഈ ബംഗ്ലാദേശ് ഒരു 90% മുസ്ലിം മെജോറിറ്റിയുള്ള സ്ഥലമാണ്. ഇത് ഒരു 13-ാം നൂറ്റാണ്ട് മുതൽ അങ്ങനെ തന്നെയാണ് വരുന്നത്. ഒരു തുടക്കത്തിൽ ഒരു 20% ഹിന്ദുക്കളും പിന്നെ ബുദ്ധമതക്കാരും കുറച്ച് ക്രിസ്ത്യാനികളും ഒക്കെ ഉള്ള ഒരു രാഷ്ട്രമാണിത്. ഈ 20% ഹിന്ദുക്കൾ ആസ് ഓൺ ടുഡേ അതൊരു 8% വന്ന് നിൽക്കുന്നുണ്ട്. 22 ഇപ്പോൾ 8%, 7 ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയായിരുന്നു? പാകിസ്ഥാനിലും നമുക്കിതറിയാം. അവിടെ ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് നത്തിങ്, ഐ തിങ്ക് 1% or 2% ഒക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ പക്ഷേ ഇന്ത്യയിലാണെങ്കിൽ വസ്തുത നേരെ തിരിച്ചാണ്. അപ്പോൾ നമ്മുടെ സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇതിനെല്ലാത്തിനും ഉപരി ബംഗ്ലാദേശ് ഒരു അവിടെയുള്ള ഹിന്ദുക്കളെയോ മൈനോറിറ്റിയോ ഒക്കെ പീഡിപ്പിക്കണം എന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ അവരുടെ സ്വയം നിലനിൽപ്പിനെ പറ്റിയുള്ള ഒരു അവബോധം ഇപ്പോഴത്തെ അധികാരത്തിലേക്ക് വരാൻ ഒരുങ്ങുന്ന ഇസ്ലാമി ആകട്ടെ BNP ആകട്ടെ ഇവർക്ക് ബോധമുണ്ടാവണം. ഇതിൽ ആദ്യം ഇത് തുടങ്ങുന്നത്, ഈ മൺസൂൺ റെവല്യൂഷൻ തുടങ്ങുന്നത് വിദ്യാർത്ഥികളുടെ സമരത്തിലൂടെയായിരുന്നല്ലോ. അത് ഈ 71-ലെ ഇൻഡിപെൻഡൻറ്റ് വാരിയേഴ്സിൻ്റെ ഇപ്പോഴത്തുള്ള ആളുകൾക്കുള്ള 30% റിസർവേഷനും അതിനോടൊക്കെ അനുബന്ധിച്ചായിരുന്നു. അത് ഒരു 2 and back ആയിട്ട് നടന്ന കാര്യങ്ങൾ നമുക്കറിയാം. സുപ്രീം കോടതി തന്നെയാണ് അത് റീഇൻസ്റ്റേറ്റ് ചെയ്തത്. അത് ഒരു 2%-ലും 5%-ലും ഒക്കെ ആക്കി നിൽക്കാൻ ഹസീനയുടെ തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ എന്തെങ്കിലും ആകട്ടെ, ഇതിന് ഈ ആൻറ്റി റിസർവേഷൻ ആയിരുന്നപ്പോൾ അതിന് വിദ്യാർത്ഥികളൊരു ട്രാക്ഷൻ ഉണ്ടായിരുന്നു. അത് ആദ്യത്തെ ദിവസങ്ങളിൽ മാത്രമാണ് ഇതൊരു ആൻറ്റി റിസർവേഷൻ റെവല്യൂഷൻ ഓർ അജിറ്റേഷനായിട്ട് നിലനിന്നത്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറകിലുണ്ടായിരുന്ന ആൾക്കാർ അത് ആരാണെന്ന് നമുക്ക് വേറെ ആയിട്ട് ചിന്തിക്കാം. അതിൽ അമേരിക്ക ഉണ്ടോ? പക്ഷേ അതിൽ ഓൺ ഗ്രൗണ്ട് ചെയ്ത ആൾക്കാർ ISSൻ്റെ ആയിരിക്കും. അവരുടെ ഇൻസ്പിറേഷനോട് കൂടി ജമാഅത്തെ ഇസ്ലാമികളാണ് അത് ചെയ്തതെന്നുള്ളതിന് വലിയ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. BNP നിഷ്പക്ഷരായിട്ട് നിന്നിരിക്കാം ഫോർ എ ലോങ് ടൈം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവരുടെ നമ്മൾ ഒരു ചരിത്രം നോക്കിയാൽ ജമാഅത്തെ ഇസ്ലാമികളെന്ന് പറയുന്നത് 71-ലെ ഉള്ള യുദ്ധത്തിൽ ഈ ഡിവിഷൻ പാടില്ല, ഈസ്റ്റ് പാകിസ്ഥാൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായിട്ട് മാറരുത് എന്ന് വളരെ ദൃഢമായിട്ട് ചെയ്തതും അന്ന് അവരുടെ കീഴിൽ 2 ബ്രിഗേഡ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അങ്ങനെ പാകിസ്ഥാൻ ആർമിക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് ഈ ജമാഅത്തെ ഇസ്ലാമികൾ. അന്നൊരു 30% ആൾക്കാരും ഈ സെപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞിരുന്നവരാണ്. അവരുടെ ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ്, കൊലീഷൻ പാകിസ്ഥാൻ ആർമിയുമായിട്ടുണ്ടായിരുന്നു. അന്നുണ്ടായ ജനഹത്യ, അവരുടെ ഒരു പോപ്പുലേഷൻ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ആ ഒരു ഡിപ്പ് 71-ൽ വന്നിട്ടുള്ളത് വേറെ ചരിത്രത്തിൽ ഒരു 2ാം ലോക മഹായുദ്ധത്തിൽ ജ്യൂസിൻ്റെ ഒരു ഡിപ്പ് ഉണ്ടായ പോലെയൊക്കെ ഉണ്ടായ ഒരു ഇതാണ്. അതിൽ കൂടുതലും അവിടുത്തെ ബുദ്ധിജീവികളെയും വിദ്യാർത്ഥി നേതാക്കളെയും എല്ലാം വംശം നോക്കി ഡിസ്ട്രോയ് ചെയ്യുന്ന, കൊല്ലുന്ന ഒരു ഇടപാടാണ് അന്ന് നടന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 71-ൽ മുജീബുർ റഹ്മാൻ ഗവൺമെൻറ് ഉണ്ടാക്കുന്നു. അദ്ദേഹം ഉണ്ടാക്കിയ കോൺസ്റ്റിറ്റ്യൂഷനിൽ സെക്യുലറിസമാണ് ഉണ്ടായത്. പക്ഷേ അന്ന് ഈ ഗവൺമെൻറ്റിന് ഭക്തി ബഹനിക്കും മുജീബുർ റഹ്മാൻ്റെ പാർട്ടിക്കും എതിരായിട്ട് നിന്നവരെ കുറച്ച് ആർമിക്കാരെ അവർക്ക് പുറത്തേക്ക് ആക്കേണ്ടി വന്നു. അവരെല്ലാം അവിടെ ഉപേക്ഷിച്ചു. പിന്നെ അവിടെ ഒരു ഈ
ബംഗ്ലാദേശ് സർക്കാരിൻ്റെ ഒരു ചരിത്രം നോക്കിയാൽ അവിടെ പട്ടാള ഭരണവും ഉണ്ടായിട്ടുണ്ട്. മുജീബുർ റഹ്മാൻ്റെ ഫാമിലിയെ രണ്ടുപേര് ഹസീനയും അവരുടെ സിസ്റ്ററും യങ്ങർ സിസ്റ്ററും പുറത്ത് ജർമ്മനിയിലായിരുന്നുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. ബാക്കിയുള്ള എല്ലാവരെയും അവർ തന്നെ അവരുടെ പ്രസിഡൻറ്റ്സ് ബംഗ്ലാവിൽ വെച്ച് കൊന്നൊടുക്കുകയായിരുന്നല്ലോ. 75 എൻ്റെ ഓർമ്മ. അപ്പോൾ അത് കഴിഞ്ഞ് എന്നിട്ട് ഒരു വിഭാഗം ആർമിക്കാർ അധികാരമെടുക്കുകയും അവരെ കൊന്നുകൊണ്ട് വേറൊരു കൂട്ടർ വരികയും ഫൈനലി ജനറൽ ഇർഷാദാണ് കുറച്ച് വർഷത്തേക്ക് ഒരു സ്റ്റെബിലിറ്റി കൊടുത്തത്. അന്നു മുതൽ ഇങ്ങോട്ട് അത് കഴിഞ്ഞ് സിയാവുൾ റഹ്മാൻ വധിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് ഇർഷാദ് വരുന്നു. പിന്നെ ഈ രണ്ട് ബേഗങ്ങളുമായിരുന്നു അവിടുത്തെ രാഷ്ട്രീയത്തിൽ മുന്നിട്ട് നിന്നിരുന്നത്, ഖാലിദ സിയയും ഈ ഹസീനയും. അപ്പോൾ അവരുടെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഷേഖ് ഹസീന 5ാമത്തെ തവണ പ്രൈം മിനിസ്റ്റർ ആകുന്ന ഒരു രീതിയിലായിരുന്നു. അവർ നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതൊരു സത്യമാണ്. പക്ഷേ അവർ ചൈനയെയും ഇന്ത്യയെയും ഒരുമിച്ച് ചൈനയെ ഒരു ഡെവലപ്മെൻറ്റ് പാർട്ട്ണറായിട്ടാണ് അവർ കണ്ടിരുന്നത്. ഇത്തവണയും ആദ്യം തെരഞ്ഞെടുപ്പ് ജയിച്ച് കഴിഞ്ഞ ശേഷം നേരിട്ട് ആദ്യത്തെ സന്ദർശനം നടത്തുന്ന ഇന്ത്യയിലേക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് സെക്കൻഡ് വിസിറ്റ് പോസ്റ്റ് ടു ചൈനയിൽ അവർക്ക് വേണ്ടത്ത ഒരു കൺസിഡറേഷൻ കിട്ടിയില്ല. അതുകൊണ്ട് ഒരു ദിവസം മുമ്പേ തന്നെ അവരവിടുന്ന് ധൃതി പിടിച്ച് അവരെ പോന്നതായിട്ടൊക്കെ നമുക്കറിയാം. അപ്പോൾ ഹസീനയുടെ ടൈമിൽ അവരെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഈ തൻ്റെ രാഷ്ട്രത്തിന് എന്താണ് വേണ്ടത്, എന്താണ് ഇമ്പരറ്റീവ്സ് എന്ന് വെച്ചാൽ നമുക്ക് അയൽക്കാരെ മാറ്റാൻ പറ്റുകയില്ല. ഇന്ത്യയും ബംഗ്ലാദേശും എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർട്വൈൻഡ് രാഷ്ട്രങ്ങളാണ്. അപ്പോൾ ഈ അടുത്ത ഇടയ്ക്കായിരുന്നു അവിടെയുള്ള ഈ എൻക്ലേവ്സിനെയൊക്കെ കൈമാറ്റം ചെയ്തതും അങ്ങനെ വളരെ സമാധാനപരമായിട്ട് കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയിരുന്നതും. ഇതെന്താണെന്ന് വെച്ചാൽ ബംഗ്ലാദേശിൻ്റെ ഒരു 4096 കിലോമീറ്ററാണ് അവരുടെ ലാൻഡ് ബോർഡർ നമ്മളുമായിട്ടുള്ളത്. അതിൽ കിഴക്ക് വശം നോക്കുകയാണെങ്കിൽ മിസോറാം, ത്രിപുര ആണെങ്കിൽ ഈ ബംഗ്ലാദേശിലേക്ക് ഇങ്ങനെ ഒരു ഉന്തി നിൽക്കുന്ന ഒരു ഭാഗമാണ്. മേഘാലയ, ആസാം, വെസ്റ്റ് ബംഗാൾ ആകട്ടെ 2200 കിലോമീറ്റേഴ്സിൻ്റെ ബോർഡറുണ്ട്. ഈ ബോർഡറെ എല്ലാം ഒരു 900 കിലോമീറ്റർ ഒഴിച്ച് ഫെൻസിങ്ങിൻ്റെ പരിപാടികൾ നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് അവിടെ നിന്നുള്ള എല്ലാ നദികളും ബ്രഹ്മപുത്രയോട് ചേർന്നിട്ട് ഫൈനലി സുന്ദർബൻസിലേക്ക് അങ്ങോട്ട് ഒഴുകുന്നത് അവിടെ കൂടെയാണ്. അപ്പോൾ വെള്ളമാകട്ടെ നിയന്ത്രിക്കുന്ന തീസ്ത മുതലായ നദികൾ കൂടി ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്നത് ഇന്ത്യയിൽ നിന്നാണ്. പിന്നെ പവർ നമ്മുടെ അദാനി പലർക്കും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ്. എങ്കിലും ഒരു 900 മില്യൺ ആണെന്ന് തോന്നുന്നു ഇപ്പോഴും അവർ ദേ ആർ ഡ്യൂ ടു അദാനിയുടെ പവർ കോർപ്പറേഷന് കൊടുക്കാനുണ്ട്. പിന്നെ ഇങ്ങനെ ബോർഡറുള്ള സ്ഥലങ്ങളിൽ എല്ലാം ഐഡൻറ്റിഫൈഡ് ഇൻ്റർനാഷണൽ ബോർഡറാണ്. എല്ലായിടത്തും ബോർഡർ പില്ലേഴ്സ് ഉണ്ട്. നമ്മുടെ സൈഡിലാണെങ്കിൽ BSFും അവിടെ അവരുടെ ബോർഡർ ഗാർഡ്സുമാണ് ഉള്ളത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഈ ബംഗ്ലാദേശുമായിട്ടുള്ളത് ഈ ത്രിപുര ഒരു 85-87 കാലഘട്ടത്തിൽ ഒരു ബ്രിഗേഡ് അകർത്തല ത്രിപുരയിലുണ്ട്. അതിൻ്റെ ഒരു ബ്രിഗേഡ് മേജറായിട്ട് ഞാനൊരു 2.5 വർഷത്തോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ അവിടെയുള്ള ബോർഡറൊക്കെ കാണാനും BSFിൻ്റെ വത്തുകൾ അപ്പുറത്തുനിന്ന് BDR എന്ന് പറയുന്ന ഒരു പാരാമിലിറ്ററി ഫോഴ്സായിരുന്നു അവിടെ ഗാർഡ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അന്നുള്ള വെല്ലുവിളി ഇൻഫിൽട്രേഷൻ കുറേശ്ശെ ഉണ്ടായിരുന്നു. പക്ഷേ കാറ്റിൽ ട്രാഫിക്കിംഗ് ഉണ്ട്. പിന്നെ ഡ്രഗ്സ് ഇന്നത്തെ ലെവലിൽ എത്തിയിട്ടില്ല. ഇന്നാണെങ്കിൽ ഡ്രഗ്സിൻ്റെ ട്രാഫിക്കായിട്ട് നടക്കുന്നുണ്ട്. ഇൻഫിൽട്രേഷൻ നടക്കുന്നതായിട്ട് എല്ലാവർക്കും അറിയാം. ഏകദേശം ഒരു 1 കോടിയോളം ബംഗ്ലാദേശീസ് ഇന്ത്യയിലുണ്ട് എന്നാണ് വരുന്നത്. അത് എങ്ങനെ വരുന്നു അതൊരു വേറൊരു പ്രത്യേക വിഷയമായിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ നമുക്ക് അന്ന് എനിക്കറിയാം ഈ ഒരു പീസ് ടൈമിലാണെങ്കിൽ തന്നെ അവിടെ ഡിഫൻസ് ഓഫ് അഗർത്തലയ്ക്ക് വേണ്ടിയിട്ടൊരു വേറെ ഡിവിഷൻ അന്ന് ഉണ്ടായിരുന്നത്. അന്ന് മിസോറാമിലും നാഗാലാൻഡിലുമൊക്കെ ആൻറ്റി ഇൻസർജൻസി ഓപ്പറേഷൻ നടത്തുന്ന 57 ഡിവും 8 ഡിവിഷനും ഒക്കെ ഉണ്ട്. ഈ ഒരു ബ്രിഗേഡാണ് ഉണ്ടായിരുന്നത് അഗർത്തലയിൽ. അവർക്ക് ഒരു ലൈറ്റ് ടാങ്ക്സിൻ്റെ ഒരു സ്ക്വാഡൻ വരെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു യുദ്ധമുണ്ടാകുന്ന സാധ്യതകൾ ഉണ്ടായിരുന്നില്ലെങ്കിലും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ആർമി ഒരു യുദ്ധത്തിനെ പറ്റിയോ അങ്ങനെയുള്ള ഡിപ്ലോയ്മെൻറ്റിലേക്ക് നമ്മൾ പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യത്തിലും വളരെ നല്ല ഒരു ബന്ധം പുലർത്തേണ്ട ഇന്ത്യയുമായിട്ട്
ഏത് കാരണത്താലാണെങ്കിലും അവർ ഇങ്ങനെ ഇപ്പോഴുള്ള ഇത് ഇറ്റ്സ് എ വർക്കിംഗ് പ്രോസസ്സ് ആണെന്ന് കരുതാം. എന്ന് വെച്ചാൽ ഒരു ഇവോൾവിങ് സിറ്റുവേഷനാണ്. അപ്പോൾ അവർക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ സാധ്യതകളും ഈ ഒരു നല്ലൊരു ബന്ധത്തിൻ്റെ സാധ്യതകൾ അവർ മനസ്സിലാക്കണം. പിന്നെ ഏതൊരു രാജ്യത്താണെങ്കിലും ആദ്യം സെക്യുലർ ആയിരുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ്. പിന്നെ ഈ 90% കൊണ്ട് ഇർഷാദാണെന്ന് തോന്നുന്നു അതൊരു ഇസ്ലാമിന് പ്രൈം റിലീജിയനായി. എന്നാലും അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് ബാക്കി എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അവരുടെ മതാചാരങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ബലം കൊടുക്കുന്നുണ്ട് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷേ അത് ഓൺ ഗ്രൗണ്ട് ഇപ്പോൾ നമ്മൾ കണ്ടതുപോലെ അവർക്ക് ചെയ്യേണ്ട പല കാര്യങ്ങളും ഞാൻ എൻ്റെ അടുത്ത ഇതിൽ പറയാൻ പറ്റും. ഓവർ ടു യു. യെസ് യെസ് യെസ്